നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മരുഭൂമി അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. എന്നാൽ ഒമാനിലെ മരുഭൂമികളിൽ വഴിതെറ്റി ഒറ്റപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട എത്രയോ പ്രവാസികളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായ റൂബൽ ഖാലി അഥവാ എംടി ക്വാർട്ടർ ഒമാന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മരുഭൂമികളെ കുറിച്ചല്ല, മറിച്ച് കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഭയപ്പെടുത്തുന്ന ഒമാനിലെ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന 4 സംഘത്തിന്റെ അതിജീവന കഥ പറയുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. ഒരുപക്ഷെ ചിലർക്കെങ്കിലും സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഈയിടെ OTTയിലെത്തിയ പൂർണ്ണമായും ഒമാനിൽ ചിത്രീകരിച്ച രാസ്ത എന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ എത്തിയ രാസ്ത വളരെ നല്ല റിവ്യൂയോടുകൂടിയാണ് തിയേറ്റർ വിട്ടത്. അന്ന് സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയാത്തവർക്കായി രാസ്ത ഇപ്പോൾ OTTയിൽ എത്തിയിരിക്കുകയാണ്. രാസ്ത ഇപ്പോൾ നിങ്ങൾക്ക് സിംപ്ലി സൗത്തിലും മനോരമ മാക്സിലും കാണാനാകും. അനീഷ് അൻവർ സംവിധാനം ചെയ്ത രാസ്ത ഒരു സർവൈവൽ ത്രില്ലറാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ അമ്മയെ തേടി ഒമാനിലെത്തുന്ന മകളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. ഷഹാന എന്ന ഈ പെൺകുട്ടിക്ക് സഹായത്തിനായി പ്രവാസി മലയാളികളുടെ ഒരു സംഘമുണ്ട്. ഷഹാനയുടെ അമ്മയെ തേടിയുള്ള ഇവരുടെ യാത്രയിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. പക്ഷെ ആ യാത്ര ആ സംഘത്തെ കൊണ്ടെത്തിക്കുന്നത് ഭയാനകമായ സാഹചര്യങ്ങളിലാണ്. സൗദി ഒമാൻ അതിർത്തിയിലായി പടർന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ഭയാനകമായ മരുഭൂമികളിലൊന്നായ റൂബൽ ഖാലിയിൽ സംഘം എത്തിപ്പെടുകയാണ്. തുടർന്ന് ഇവർ നടത്തുന്ന അതിജീവന പോരാട്ടമാണ് ചിത്രം. 2011 റൂബൽ ഖാലി മരുഭൂമിയിലുണ്ടായ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മസ്കറ്റിലും ബിദയിലുമാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. സർജാന ഖാലിദ്, അനഘ നാരായണൻ, ആര്യാദ ആൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഒമാനി അഭിനേതാക്കളും ഭാഗമായിരുന്നു. മോഹൻ സിത്താര സംഗീതം പറഞ്ഞ സിനിമയിലെ ഗാനങ്ങൾക്ക് വിനീത് ശ്രീനിവാസിനോടൊപ്പം നമ്മൾ ഒമാനിലെ ഇന്ത്യക്കാരെ പ്രിയപ്പെട്ട ഒമാനി സിംഗറായ ഹൈത്തം റാഫിയും പാടിയിട്ടുണ്ട്. ഒമാനിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിന്റെ ഭാഗമായ അല്ലു അഥവാ അബ്ദുൾ ലത്തീഫ് ഉപ്പള എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ലിനു ശ്രീനിവാസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ രാസ്ത കാണാത്തവർ സിനിമ കണ്ട ശേഷം അഭിപ്രായം അറിയിക്കുമല്ലോ.